ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം കേരളൈറ്റ്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ പോയത് ഒരു വൈൻ ഫാക്ടറിയിലാണ്. അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ആ വൈൻ ഫാക്ടറിയിൽ ചെല്ലുമ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആയിരുന്നു. നമുക്കതെല്ലാം കണ്ടും കേട്ടും ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അവിടെ ഒത്തിരി വൈനും വെറൈറ്റി ഓഫ് വൈനൊക്കെ അവർ ഓരോ ബോട്ടിലിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വാങ്ങിക്കാം. അതിനുശേഷം അവർ നമ്മളെ നന്നായിട്ട് വെൽക്കം ചെയ്ത്, നമ്മൾ ഇന്ത്യൻസ് ഒത്തിരി പേരുണ്ടായിരുന്നത് കൊണ്ട് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നവർ, മുംബൈയിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വൈനെക്കുറിച്ചും ഫാക്ടറിയെക്കുറിച്ചും ഒക്കെ. അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓരോ വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല അടിപൊളി വൈനൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ നമ്മളെ വരവേറ്റ് നമ്മുടെ ഇന്ത്യയുടെ സോങ്ങൊക്കെ വെച്ച് അവരുടെ ലാംഗ്വേജിലും ഒക്കെ ആയിട്ട് പാടി. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ അവിടുന്ന് പുറത്തു നിന്നുള്ള കുറേ പിക്ചേഴ്സൊക്കെ ഞങ്ങളെടുത്ത് അവിടെ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത ഭാഗം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിബിലിസി ടൗൺ ആണ് കാണുന്നത്. ഇത് ഓൾഡ് ടിബിലിസി ടൗൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ അതൊക്കെ കണ്ടും ഫോട്ടോ എടുത്തും ഇരിക്കാം. അങ്ങനെ ടിബിലിസി ടൗണുകളിൽ നമ്മൾ സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നല്ല മനോഹരമായിട്ടുള്ള ചില നല്ല വൈബുള്ളൊരു ഏരിയയാണ് ജോർജിയയിലെ. ഇവിടെയാണ് മിക്കവരും തന്നെ മെഡിസിനായിട്ടും അങ്ങനെയൊക്കെ കുറേ പഠിക്കുന്ന കുട്ടികളും ഒക്കെ നമ്മൾ ടിബിലിസിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് മലയാളികളെയൊക്കെ ഈ ജോർജിയയിലെ മിക്ക ഏരിയകളിലും മലയാളികളുടെ റെസ്റ്റോറൻറ്റുകളും ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻറ്റുകളും അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ കാണാം. അതുപോലെ ഇതുപോലെ സ്ട്രോബെറിയൊക്കെ ഇതുപോലെ അവർ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനിടയിൽ വാങ്ങിച്ച് കഴിക്കാം. നല്ല തണുപ്പാണ്, എങ്കിലും നമുക്കിതൊക്കെ വാങ്ങിച്ച് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും ഇതിനിടയിൽ. അങ്ങനെ അവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പല മ്യൂസിക് സിസ്റ്റങ്ങളും കാണാൻ സാധിക്കും. നമുക്കിടയ്ക്ക് അവർ പാട്ടും വായനകളും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടങ്ങളിൽ കാണാൻ പറ്റും. ഇത് അവിടുത്തെ ഒരു മനോഹരമായൊരു ദൃശ്യമാണ്. അതിലൂടെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് തണുപ്പത്ത് നല്ല ഇന്ത്യൻ സോങ്ങൊക്കെ അവരിട്ട് തരും. അങ്ങനെ ബോട്ടിലൂടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങളതിൽ എൻജോയ് ചെയ്ത് നടക്കുകയാണ് ടിബിലിസി ടൗണിലൂടെ. നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ തായ്ലൻഡിലെ അപേക്ഷിച്ച് നമുക്ക് ജോർജിയയിൽ ഒരുപാട് ഇന്ത്യ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ പോകുന്ന ആളായിരുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡും ഡ്രൈവറും ഒക്കെ. ഒരു ഓൾഡ് മാനാണ്, നമ്മുടെ ജോർജിയയിലുള്ള ഒരു ജോർജിയനാണ്. പുള്ളിക്ക് ഒരുപാട് ഇംഗ്ലീഷൊന്നും അറിയില്ല, അത്യാവശ്യം അറിയാവുന്നതൊക്കെ പറഞ്ഞുതരും. അല്ലാത്തതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമുക്ക്
നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു. ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. അവിടുത്തെ ബ്യൂട്ടിഫുൾ ഒരു റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളൊരു പ്രദേശമാണിത്. ക്രിസ്മസൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു വൈബ് അവിടെ നമുക്ക് കാണാം. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അവരതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടുത്തെ സ്പെഷ്യൽ ഒരു ഡിഷാണ് ആ കാണുന്നത്. ഇതാണ് അവിടുത്തെ ഓൾഡ് ടൗൺ. ജോർജിയയിലെ ടിബിലിസിയിലെ ഓൾഡ് ടൗൺ ആണ് കാണാൻ പറ്റിയത്. ഒരു ഓൾഡ് ലുക്ക് തന്നെയാണ് അതിന്, എങ്കിലും അതൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഓൾഡ് ടൗൺ. നേരത്തെ കണ്ടതും ഓൾഡ് ടൗണിൻ്റെ ഭാഗമാണ് ടിബിലിസി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റെക്കോർഡ്. ഇടയ്ക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു ശബ്ദമൊക്കെ ഒന്ന് വെച്ചതാണ് ഞാൻ, അതിൻ്റെ ഒരു വൈബ് കിട്ടാൻ. അങ്ങനെ ഒരു മനോഹരമായൊരു പ്ലേസ്. ഓൾഡ് രീതിയിലുള്ള അവരുടെ എന്താ പറയുക, ഓൾഡ് രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ എന്താ ഒരു ഭംഗി നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ആ ശ്രീലങ്കൻ ഫാമിലിയിലെ അവരുടെ കൂടെയുള്ള അവരുടെ മകനാണത്. അവർ രണ്ടും കൂടെ കൂട്ടുകൂടി വഴക്കൊക്കെ ഉണ്ടാക്കി ഇന്നും കൂടി അവരുള്ളൂ. അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. അവിടുത്തെ ആ പഴയ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ടിബിലിസി എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇതവിടുത്തെ താഴുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് താഴൊക്കെ ഇടാറില്ലേ, അതുപോലെ ഇവിടെ ഇതുപോലെ പഴയ ഓർമ്മകൾക്കായിട്ടും ടിബിലിസി വന്നതിൻ്റെ ഓർമ്മകൾക്കായിട്ടും ഒക്കെ ഓരോരുത്തർ ചെയ്ത് വെക്കുന്ന താഴുകളാണിത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പല വർണ്ണ ശബളമായിട്ട് നമുക്ക് വാങ്ങിച്ച് അതിൽ താഴിട്ട് വെക്കാം. അവിടെ താഴെ കൂടെ ഒരു ചെറിയ നദിയൊക്കെ ഒഴുകുന്നുണ്ട്. അതുപോലെ ബാൻഡും ഫ്ലൂട്ടും അങ്ങനെയൊക്കെ വായിച്ചൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗൈഡും ഡ്രൈവറും ഒക്കെ ആയ ആളാണ് പോകുന്നത്. നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മൾ കാഴ്ചകൾ കാണുന്നതനുസരിച്ച് സമയം ക്രമീകരിച്ച് നമ്മുടെ ഒപ്പം പുള്ളി നിന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ പുള്ളിയുടെ ഒപ്പം ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാഴ്ചകളും കണ്ട് യാത്ര തുടരുകയാണ്. ഇതൊക്കെ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ നമ്മൾ കയറി അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകളുടെയൊക്കെ രാജാക്കന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ ആണെന്ന് തോന്നുന്നു, രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഇതുപോലെയുള്ള ആ എന്താ പറയുന്നത് തുരങ്കത്തിൽ ടവർ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടണലിൽ. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളി കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി ഗൂഗിൾ സെർച്ച് ചെയ്തും അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമ്മളോട് പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. നമ്മൾക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ട് നമ്മളത് കണ്ടങ്ങ് പോവുകയായിരുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെയാണ്. ഓൾഡ് ടിബിലിസിയാണ് നമ്മൾ അടുത്ത ഒരു തുരങ്ക കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ആ പോകുന്ന വഴിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവരുടെ പിന്നാലെ പോവുകയാണ്. ഇതൊന്നും വീഡിയോ ഇടണം നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തു. അടുത്ത കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.